പാഠപുസ്തകത്തിൽ എന്ത് പെടുത്തണം, എങ്ങനെ തീരുമാനിക്കരുത്? പണ്ടൊക്കെ ഇത് എത്ര ചർച്ച നടന്നിട്ടാണ് സിലബസ് നിശ്ചയിക്കുക. കുട്ടികളുടെ സിലബസ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ പല തലത്തിലുള്ള ചർച്ച നടത്തി ഇന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. എന്നിട്ട് അതിനനുസരിച്ച് പാഠഭാഗങ്ങൾ ആദ്യം അവർക്ക് കിട്ടേണ്ട മൂല്യങ്ങളാണ് നിശ്ചയിക്കുക, അവർക്ക് കിട്ടേണ്ടുന്ന അറിവുകളാണ് നിശ്ചയിക്കുക. ഈ അറിവുകളും മൂല്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കാവുന്ന പഠന പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും പാഠം പിന്നീട് തരിക. ഇത് ഏതെടുത്താലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കിട്ടാൻ പറ്റുക? ഇങ്ങനെ വളരെ ആഴത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഒരു പാഠ്യപദ്ധതി നിശ്ചയിക്കുക. ഇപ്പോഴോ 10 ആള് പിന്നെ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാവുന്ന കിടക്കട്ടെ, അയാളുടെ ഒരു കവിത, ഇയാളുടെ ഒരു കഥ, മറ്റയാളുടെ ഒരു ഡാൻസ്, ഇയാളുടെ ഒരു കളി, എന്തേ ആള് വൈറലാണ്, അല്ലെങ്കിൽ അയാളെ ഇന്നല്ലാതെ എതിർത്തിട്ട് അവരൊരു പാഠം കിടക്കട്ടെ, ഇവരൊരു പാഠം. ഇതിലപ്പുറം ഈ കുട്ടി പഠിച്ചതെന്ത്, ഇനി പഠിക്കേണ്ടത്, ഇതുവരെ പഠിച്ചു വന്നതുമായി അങ്ങനെയൊക്കെയുള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടത്, അവരുടെ മുന്നറിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കി വലിയ ചർച്ച നടന്നിട്ടാണ് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോ അതല്ല, കുട്ടികൾക്കുള്ള ഭക്ഷണം ഏത് വേണം, കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതി ഏത് വേണം, ഇതിനെയാണ് ഞാൻ എതിർത്തത്. ഇത് ഭക്ഷണം കൊടുത്താൽ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ കുട്ടി ബിർണാണിയും കോഴിയും ആണെന്ന് പറഞ്ഞു, പൊരിച്ച കോഴിയും കിട്ടിയത്, ശരി ബിർണാണി നിശ്ചയിച്ചു. അപ്പൊ ഞാനോട് ചോദിച്ചൊരു ചോദ്യമുള്ളൂ, ഒരു ഹൈസ്കൂളിലെ കുട്ടി ചോദിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ആളാ. ഒരു ഹൈസ്കൂളിലെ കുട്ടി ഇതേപോലെ ചോദിക്കുകയാണ്, ഒരു ലേശം കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന്. അതാണ് ഞാൻ ചോദിച്ച ചോദ്യമുള്ളൂ. ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിനെ പോലെ തന്നെ കഞ്ചാവ് നമുക്ക് ഏർപ്പെടുത്തേണ്ടി വരുമോ? അപ്പൊ ഇതാരാണ് നിശ്ചയിക്കേണ്ടത്? വാല് തലയാട്ടുകയാണോ വേണ്ടത്, അതോ തല വാലിനെ ആട്ടുകയാണോ വേണ്ടത്?